ഞാനൊരു ദിവസം യൂട്യൂബിൽ വളരെ അവിചാരിതമായിട്ട് കണ്ടൊരു പ്രാർത്ഥന കേട്ടോ, വിശുദ്ധ എക്സ്പെഡേറ്റിനുള്ള സാമ്പത്തിക നൊവേന. ഞാൻ ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ വലിഞ്ഞു നിൽക്കുന്ന സമയങ്ങളാണ് ഇതൊക്കെ. ഹോസ്പിറ്റലായിട്ടും അല്ലാതെ പലതരം EMI കടങ്ങൾ, ലോണൊക്കെ ആയിട്ട് പലതരം സാമ്പത്തിക പ്രശ്നങ്ങൾ വലിഞ്ഞു നിൽക്കുന്ന സമയമാണ്. എനിക്കിപ്പോൾ നല്ലൊരു ജോലിയില്ല, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ദൈവം നന്നായിട്ടൊരു അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണിത്. പക്ഷേ എങ്കിലും ജോലിയില്ലാത്തതിൻ്റെ പേര് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു സമയം. ആ സമയത്താണ് ഞാൻ ഈ വിശുദ്ധനോടുള്ള ഈ പ്രാർത്ഥന കണ്ടത്. അപ്പോൾ ഞാനത് എഴുതിയെടുത്തു. പെട്ടെന്ന് കണ്ടൊരു ബുക്കിലേക്ക് അങ്ങ് എഴുതിയെടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒരു ദിവസം ഞാനിത് വളരെയധികം പിറ്റേ ദിവസം EMI അടയ്ക്കണം. പിറ്റേ ദിവസം അവർ ഫീൽഡ് വിസിറ്റിന് എന്തോ വരും എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അപ്പോഴത്തേക്കും എങ്ങനെ പൈസ ഉണ്ടാക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പലരോടും ചോദിച്ചു. ആദ്യമൊക്കെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ വിശുദ്ധനോട് നന്നായിട്ട് മാധ്യസ്ഥം വായിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഈ പ്രാർത്ഥന എഴുതിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് തിരിച്ചു വന്നു, ഞാൻ 5000 രൂപ തരാം എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. ഞാൻ അങ്ങനെ അധികം മിണ്ടുന്ന ഒരാളൊന്നുമല്ല, ജസ്റ്റ് ഫ്രണ്ട്സ് ഒന്ന് കൂടെ പഠിച്ചു അത്രയേ ഉള്ളൂ. പക്ഷെ ആ ആളെനിക്ക് പൈസ തന്ന് സഹായിച്ചു. അത് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുകയാണ്. അത് വിശുദ്ധൻ്റെ ശക്തിയാലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പശ്ചാത്താപ പ്രാർത്ഥന. എൻ്റെ ദൈവമേ, ഏറ്റവും നന്മസ്വരൂപനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തിലും യേശുനാഥൻ്റെ തിരുരക്തത്തിലും ആശ്രയിച്ച് എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും എൻ്റെ ഈ പ്രാർത്ഥന അങ്ങയുടെ തിരുമുമ്പിൽ അർപ്പിക്കാൻ എന്നെ യോഗ്യനാക്കുകയും ചെയ്യണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥന. അടിയന്തര ആവശ്യങ്ങളിൽ തുണയ്ക്കുന്നവനും നാളേക്ക് മാറ്റിവെക്കാത്ത കാര്യങ്ങൾ വേഗത്തിൽ സാധിച്ചു തരുന്നവനുമായ വിശുദ്ധ എക്സ്പെഡേറ്റേ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് ഞാൻ അങ്ങയുടെ മാധ്യസ്ഥം തേടുന്നു. എൻ്റെ ജീവിതത്തിലെ കടബാധ്യതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരുപോലെ തളർത്തുന്നു. നാളെയെക്കുറിച്ചുള്ള ഭയവും ആശങ്കയും എന്നെ വേട്ടയാടുന്നു. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുമുൻപിൽ എനിക്കായി അങ്ങ് അടിയന്തരമായി മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ ഈ വലിയ സാമ്പത്തിക ആവശ്യം, ഈ ഭാഗത്ത് നമുക്ക് എന്താണോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് അത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങയുടെ ശക്തമായ പ്രാർത്ഥനയാൽ അത്ഭുതകരമായി പരിഹരിച്ചു തരണമേ. അപ്രതീക്ഷിതമായ വഴികളിലൂടെ ദൈവാനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്താനും സമാധാനത്തോടെയും അന്തസ്സോടെയും ജീവിക്കാനും എന്നെ സഹായിക്കണമേ. എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് സഹായം ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഞാൻ സാക്ഷ്യം വഹിക്കുമെന്നും പാവപ്പെട്ടവരെ സഹായിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരുടെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റോ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരുടെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റോ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ
ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. നന്മ അറിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ അറിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ അറിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കൃതജ്ഞതാ പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥനകൾ ശ്രവിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വിശുദ്ധ എക്സ്പെഡേറ്റി, അങ്ങയുടെ മധ്യസ്ഥത്താൽ എൻ്റെ ആവശ്യങ്ങൾ സഫലമാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.